ഹോർമൂസ് കടലിടുക്ക് ഉപരോധിക്കാൻ അമേരിക്കയ്ക്കൊപ്പം ചേരില്ലെന്ന് നാറ്റോ സഖ്യകക്ഷികൾ. ഇറാനിലെ തുറമുഖങ്ങളിലേക്കും തിരിച്ചുമുള്ള എല്ലാ കപ്പൽ ഗതാഗതവും തടയാനാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശം നൽകിയത്. മറ്റു രാജ്യങ്ങളും ഇക്കാര്യത്തിൽ അമേരിക്കയ്ക്കൊപ്പം ചേരുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ബ്രിട്ടനും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ USനെ പിന്തുണയ്ക്കേണ്ടെന്ന നിലപാടിലാണ്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ അഞ്ചിലൊന്നും കടന്നുപോകുന്ന തന്ത്രപ്രധാനമായ ഈ ജലപാത നയതന്ത്ര ചർച്ചകളിലൂടെ തുറന്നു കൊടുക്കുകയാണ് വേണ്ടതെന്ന് മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും നിലപാടെടുത്തു. ഫെബ്രുവരി 28-ന് സംഘർഷം തുടങ്ങിയ ശേഷം ഇറാൻ ഹോർമൂസിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എത്ര സമ്മർദ്ദമുണ്ടായാലും യുദ്ധത്തിന്റെ ഭാഗമാകാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ലെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പറഞ്ഞതായി BBC റിപ്പോർട്ട് ചെയ്തു. ഇറാനെതിരെ ആകാശപരിധി ഉപയോഗിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ അനുവദിക്കാത്തതിനെ തുടർന്ന് യൂറോപ്പിൽ നിന്ന് US സൈന്യത്തെ പിൻവലിക്കുമെന്ന് ട്രംപ് നേരത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഹോർമൂസ് കടലിടുക്കിൽ സുരക്ഷ ഉറപ്പാക്കാൻ നാറ്റോ അംഗരാജ്യങ്ങൾ സഹകരിക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടതായി നാറ്റോ ജനറൽ സെക്രട്ടറി മാർക്ക് റൂട്ടെ വ്യക്തമാക്കിയെങ്കിലും വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ മാത്രമേ സഹായം നൽകൂ എന്ന നിലപാടിലാണ് ഭൂരിഭാഗം രാജ്യങ്ങളും. 32 അംഗരാജ്യങ്ങൾക്കിടയിൽ സമവായമുണ്ടായാൽ മാത്രമേ നാറ്റോയ്ക്ക് നേരിട്ട് ഈ ദൌത്യത്തിൽ പങ്കുചേരാനാകൂ. നിലവിൽ USന്റെ കടന്നാക്രമണ നയങ്ങളോട് സഹകരിക്കാൻ ജർമ്മനിയും ഫ്രാൻസും അടക്കമുള്ള രാജ്യങ്ങൾ തയ്യാറായിട്ടില്ല. ഹോർമൂസ് കടലിടുക്കിൽ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനായി ബ്രിട്ടനുമായി ചേർന്ന് ഒരു ബഹുരാഷ്ട്ര ദൌത്യത്തിന് രൂപം നൽകുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അറിയിച്ചു. ഇത് യുദ്ധവുമായി ബന്ധമില്ലാത്ത ദൌത്യമായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രശ്നപരിഹാരത്തിന് നയതന്ത്രത്തിന് മുൻഗണന നൽകണമെന്ന് തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിദാൻ ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര സേന രൂപീകരിക്കുന്നത് സങ്കീർണമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും ജൂലൈയിൽ അങ്കാറയിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ട്രംപുമായുള്ള ബന്ധം പുനഃക്രമീകരിക്കാൻ നാറ്റോ ശ്രമിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഹോർമൂസ് ഉപരോധവുമായി മുന്നോട്ടു പോകുമെന്ന ട്രംപിന്റെ പിടിവാശിയും സഖ്യകക്ഷികളുടെ എതിർപ്പും ലോക സാമ്പത്തിക മേഖലയിൽ വലിയ ആശങ്കയാണ് ഉയർത്തുന്നത്. അതേസമയം വെടിനിർത്തൽ കാലാവധി തിരുത്തുന്നതിന് മുൻപ് USഉം ഇറാനും തമ്മിൽ വീണ്ടും ചർച്ചയ്ക്ക് സാധ്യത. ഇസ്ലാമാബാദിലെ ചർച്ച പരാജയപ്പെട്ടെങ്കിലും ഏപ്രിൽ 21-ന് വെടിനിർത്തൽ കാലാവധി തീരുന്നതിന് മുൻപ് വീണ്ടും ചർച്ച നടന്നേക്കുമെന്നാണ് റിപ്പോർട്ട്. ഇറാൻ നിബന്ധനകൾ അംഗീകരിക്കാൻ തയ്യാറായാൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതായി US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ജനീവയിലോ ഇസ്ലാമാബാദിലോ വ്യാഴാഴ്ച ചർച്ച നടത്താനാണ് ആലോചന. ചർച്ചകൾ പുനരാരംഭിക്കാൻ നീക്കം നടക്കുന്നതായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു. ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചകൾ പൂർണ്ണ പരാജയമാണെന്ന് പറയാനാകില്ലെന്നും ഇറാൻ ചില കാര്യങ്ങളിൽ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്നും US വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞു. സ്റ്റീവ് വിറ്റ്കോഫ്, കുഷ്നർ എന്നിവരടങ്ങുന്ന ഉന്നതതല സംഘത്തെയാണ് വാൻസ് നയിച്ചത്. ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫാണ് ഇറാൻ സംഘത്തിന് നേതൃത്വം നൽകിയത്. ഇറാൻ അമേരിക്കയുടെ നിലപാടുകളോട് കുറച്ചുകൂടി അടുത്തുവെന്നും എന്നാൽ പൂർണ്ണമായൊരു കരാറിലെത്താൻ ആവശ്യമായ വിട്ടുവീഴ്ചകൾ അവർ ചെയ്തിട്ടില്ലെന്നും ഫോക്കസ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ വാൻസ് വ്യക്തമാക്കി. ഇനിയുള്ള നീക്കം ഇറാന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.